ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇഡിയംസ് ആണ്. പാർട്ട് 1 ആണ്. മെജോറിറ്റി ആയിട്ട് നമ്മൾ സാധാരണയായിട്ട് ക്വസ്റ്റ്യൻസിൽ കണ്ടുവരുന്ന ഇഡിയംസും ഇഡിയം എന്താണെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ഓരോ ഇഡിയത്തിൻ്റെ മീനിങ്ങും അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും USS പോലുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആവും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമെങ്കിൽ വീഡിയോ കണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ട്സുകൾ എഴുതിയെടുക്കാവുന്നതാണ്. ഫർദർ ലേണിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ നോട്ട്സ് ഉപയോഗിക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ എന്താണ് ഒരു ഇഡിയം എന്നുള്ളത് നോക്കാം. ആൻ ഇഡിയം ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാസ് എ മീനിങ് ഡിഫറെൻറ്റ് ഫ്രം ദ ലിറ്ററൽ മീനിങ് ഓഫ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ വേർഡ്സ്. അതായത് ഇഡിയം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കും. അതായത് ഒന്നിലധികം വേർഡുകൾ കൂടിച്ചേർന്ന ഒരു വേർഡാണ് ഇഡിയം എന്ന് പറയുന്നത്. ഇതിനെന്താണ് ഒന്നിലധികം കൂടിച്ചേരുന്ന ആ വാക്കുകളുടെ അർത്ഥമല്ലാതെ മറ്റൊരർത്ഥമാണ് ഈ വാക്കിനുണ്ടാവുക. അതെന്താണെന്നുള്ളത് എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലായിരിക്കും. സെപ്പറേറ്റ് ആയിട്ട് ആ വേർഡുകൾ എടുക്കുമ്പോൾ അവയ്ക്ക് വേറൊരു മീനിങ് ആയിരിക്കും. പക്ഷേ അതൊരു ഇഡിയമായിട്ട് വരുമ്പോൾ അതിന് എൻറ്റയർലി ഡിഫറെൻ്റായ വേറൊരു മീനിങ് ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ഇഡിയംസ് പഠിക്കുകയും അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിരിക്കുകയും വേണ്ടത് വളരെയധികം പ്രധാനമാണ്. സോ നമുക്ക് ഓരോ ഇഡിയം എടുത്ത് നോക്കാം, അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നോക്കാം, അത് സെൻറ്റൻസിൽ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതും നോക്കാം. ഫസ്റ്റ് ഇഡിയം നമ്മൾ നോക്കുന്നത് ബ്രേക്ക് ദ ഐസ്. ബ്രേക്ക് ദ ഐസ് നമ്മൾ വേർഡ് ബൈ വേർഡ് ആയിട്ട് നോക്കുമ്പോൾ എന്താ വരിക? ഐസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ? പക്ഷേ അതിൻ്റെ റിയൽ മീനിങ് വരുന്നത് സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ആൻഡ് മേക്ക് പീപ്പിൾ ഫീൽ കംഫർട്ടബിൾ. ഒരു കോൺവെർസേഷൻ തുടങ്ങി ആളുകളെ കംഫർട്ടബിളാക്കി മാറ്റുക എന്നുള്ള മീനിങ് ആണ് ബ്രേക്ക് ദ ഐസ് എന്നുകൊണ്ടുള്ളത്. സോ എക്സാമ്പിൾ നോക്കാം. ദ ടീച്ചർ ടോൾഡ് എ ജോക്ക് ടു ബ്രേക്ക് ദ ഐസ് ഓൺ ദ ഫസ്റ്റ് ഡേ. ആ ഫസ്റ്റ് ഡേ ടു ബ്രേക്ക് ദ ഐസ്. ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളെ എല്ലാവരെയും ഒന്ന് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഒരു ജോക്ക് പറഞ്ഞു. എ ഫ്രണ്ട്ലി സ്മൈൽ ഹെൽപ്ഡ് ബ്രേക്ക് ദ ഐസ് അറ്റ് ദ മീറ്റിംഗ്. ഒരു സൗഹൃദപരമായ ചിരി ആ മീറ്റിങ്ങിൽ എന്താണ് അവരെല്ലാവരെയും കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു. സോ ബ്രേക്ക് ദ ഐസിൻ്റെ മീനിങ് എന്താണ്? സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ആൻഡ് മേക്ക് പീപ്പിൾ ഫീൽ കംഫർട്ടബിൾ. സോ നമുക്ക് അടുത്തത് നോക്കാം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വെരി റെയർലി, വളരെ വിരളമായിട്ട് നടക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ഇഡിയം ഉപയോഗിക്കുക. എക്സാമ്പിൾ, ഹി വിസിറ്റ്സ് ഹിസ് വില്ലേജ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. അവൻ അവൻ്റെ വില്ലേജ് വളരെ വിരളമായിട്ട് മാത്രമേ സന്ദർശിക്കാറുള്ളൂ. ഐ ഈറ്റ് ഫാസ്റ്റ് ഫുഡ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. അതായത് വളരെ റെയറായിട്ട് മാത്രമാണ് ഞാൻ എന്ത് കഴിക്കാറുള്ളത്? ഫാസ്റ്റ് ഫുഡ് കഴിക്കാറുള്ളത്. സോ വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീൻസ് വെരി റെയർലി. നെക്സ്റ്റ് വൺ, എ പീസ് ഓഫ് കേക്ക്. എ പീസ് ഓഫ് കേക്ക് വേർഡ് മീനിങ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ എന്താണ്? കേക്കിൻ്റെ ഒരു പീസ് എന്നുള്ളതാണ് മീനിങ് വരിക അല്ലേ? പക്ഷേ ആ എ പീസ് ഓഫ് കേക്ക് എന്നുള്ള ഇഡിയത്തിൻ്റെ മീനിങ് വരുന്നത് വെരി ഈസി എന്നുള്ളതാണ്. വെരി ഈസി. ദ മാത്സ് ടെസ്റ്റ് വാസ് എ പീസ് ഓഫ് കേക്ക്. കുക്കിംഗ് ദിസ് ഡിഷ് ഈസ് എ പീസ് ഓഫ് കേക്ക്. അതായത് മാത്സ് എക്സാം എനിക്കൊരു പീസ് ഓഫ് കേക്ക് ആയിരുന്നു. അതായത് വളരെ ഈസി ആയിരുന്നു. കുക്കിംഗ് ദിസ് ഡിഷ് ഈസ് എ പീസ് ഓഫ് കേക്ക്. ഈ ഡിഷ് കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക്കാണ്. സോ എ പീസ് ഓഫ് കേക്ക് എന്നുള്ളത് വളരെ എന്താ പറയുക, ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഇഡിയമാണ് കേട്ടോ. എ പീസ് ഓഫ് കേക്ക് മീൻസ് വെരി ഈസി. കേക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അപ്പം അത് കഴിക്കാനും ഭയങ്കര ഈസി അല്ലേ? അപ്പം അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ മീനിങ്. സോ നമുക്ക് അടുത്ത് നോക്കാം. അണ്ടർ ദ വെതർ. അണ്ടർ ദ വെതർ. ഫീലിംഗ് ഇൽ എന്നുള്ളതാണ് അണ്ടർ ദ വെതറിൻ്റെ മീനിങ്. സോ ഐ സ്റ്റേയ്ഡ് ഹോം ബിക്കോസ് ഐ വാസ് അണ്ടർ ദ വെതർ. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു ബിക്കോസ് ഐ വാസ് അണ്ടർ ദ വെതർ. അണ്ടർ ദ എന്നാൽ എനിക്ക് ഒരു സുഖമില്ലാത്ത പോലെ തോന്നിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? വീട്ടിൽ തന്നെ ഇരുന്നു. ഷീ ലുക്സ് അണ്ടർ ദ വെതർ ടുഡേ. അവളെ കണ്ടാലിന്ന് ഒരു സുഖമില്ലാത്ത പോലെ ഉണ്ടെന്ന് നമ്മൾ പറയില്ലേ?
അതിന് പകരം ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് അണ്ടർ ദ വെതർ. സോ ഫീലിംഗ് ഇൽ. ഇത് ഓർത്തിരിക്കാൻ ഒരു ടിപ്പ് എന്താണ്? അണ്ടർ ദ വെതർ. വെതർ എന്ന് പറയുമ്പോൾ കാലാവസ്ഥ, പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് റെയിനൊക്കെ ഓർമ്മ വരില്ലേ? അപ്പം മഴ പെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് സുഖമില്ലാണ്ടാവില്ലേ? അപ്പം അങ്ങനെ ചിന്തിക്കുക. അണ്ടർ ദ വെതർ എന്ന് പറയുമ്പോൾ ഫീലിംഗ് ഇൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇഡിയമിലേക്ക് പോവാം. ഓൺ ക്ലൗഡ് 9, വെരി ഹാപ്പി. 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ, USSന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ക്ലൗഡ് 9 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് തന്നെ ഉണ്ട്. മീനിങ് എന്താണ്? വെരി ഹാപ്പി എന്നുള്ളതാണ്. ക്ലൗഡ് 9 എന്ന് പറയുന്നത് ഫേമസ് ആയ ഇഡിയമാണ്. ഷി വാസ് ഓൺ ക്ലൗഡ് 9 ആഫ്റ്റർ ദ റിസൾട്ടിന് ശേഷം അവൾ വളരെയധികം ഹാപ്പി ആയിരുന്നു എന്നുള്ളൊരു മീനിങ് ആണ്. ഷി വാസ് ഓൺ ക്ലൗഡ് 9 ആഫ്റ്റർ ദ റിസൾട്ട്. ഹീ ഹാസ് ബീൻ ഓൺ ക്ലൗഡ് 9 സിൻസ് ഹീസ് പ്രൊമോഷൻ. എൻ്റെ പ്രൊമോഷന് ശേഷം എന്താണ്? അവൻ വളരെയധികം സന്തോഷവാനായിരുന്നു. സോ ക്ലൗഡ് 9 മീൻസ് വെരി ഹാപ്പി. Next one, hit the sack. Hit the sack means go to sleep. Go to sleep. So I am tired. I will hit the sack early. ഞാൻ വളരെ ടയേർഡാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഉറങ്ങും എന്നുള്ളൊരു മീനിങ് ആണ്. I will hit the sack early. He hit the sack after studying. പഠനത്തിന് ശേഷം അവൻ ഉറങ്ങി എന്നുള്ള മീനിങ് ആണ്. He hits the sack after studying. Next one, keep an eye on. Keep an eye on means watch carefully. വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ വാച്ച് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. പ്ലീസ് കീപ്പ് ആൻ ഐ ഓൺ മൈ ബാഗ്. അതായത് ഒരാളോട് പോകുമ്പോൾ പറയാണ്, എൻ്റെ ബാഗ് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്ന് പറയാണ്. പ്ലീസ് കീപ്പ് ആൻ ഐ ഓൺ മൈ ബാഗ്. ദ ടീച്ചർ കെപ്റ്റ് ആൻ ഐ ഓൺ ദ സ്റ്റുഡൻസ്. ടീച്ചർ കുട്ടികളെക്കുറിച്ച് ശ്രദ്ധാലുവാണ് എന്നുള്ളൊരു മീനിങ് ആണ്. കീപ്പ് ആൻ kept an eye on the students. Next one, red letter day. Red letter day means unforgettable day. നമുക്ക് വളരെയധികം ഹാപ്പിനെസ് ഉണ്ടായ, അതേപോലെ നമ്മൾ വളരെയധികം മെമ്മറബിളായ ഒരു ഡേയിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റെഡ് ലെറ്റർ ഡേ എന്ന് നമ്മൾക്ക് ഉപയോഗിക്കാം. സോ നല്ല എക്സാമൊക്കെ എഴുതുന്ന സമയത്ത്, ഡയറി ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്കൊരു ഒക്കെ എഴുതാണെങ്കിൽ ഇറ്റ് വാസ് എ റെഡ് ലെറ്റർ ഡേ ഫോർ മീ. ഇതൊരു അൺഫോർഗറ്റബിൾ ഡേ ആയിരുന്നു എന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ഇഡിയം യൂസ് ചെയ്യാം? ഇറ്റ് വാസ് എ റെഡ് ലെറ്റർ ഡേ ഫോർ മീ. സോ എക്സാമ്പിൾ, വിന്നിങ് ദ സ്കോളർഷിപ്പ് വാസ് എ റെഡ് ലെറ്റർ ഡേ ഇൻ ഹർ ലൈഫ്. ആ സ്കോളർഷിപ്പ് വിൻ ചെയ്യുക എന്നുള്ളത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. സോ USSനൊക്കെ പ്രയത്നിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതുപോലെ പറയാൻ സാധിക്കട്ടെ അല്ലേ? ആ സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ ഒരു റെഡ് ലെറ്റർ ഡേ ആയിട്ട് മാറട്ടെ. USS എഴുതുന്ന എക്സാം എഴുതുന്ന ഡേറ്റ് നിങ്ങൾക്കൊരു റെഡ് ലെറ്റർ ഡേ ആയിട്ട് മാറട്ടെ. സോ ദ ഡേ ഹി ഗോട്ട് ഹിസ് ഫസ്റ്റ് ജോബ് വാസ് എ റെഡ് ലെറ്റർ ഡേ ഫോർ ഹിം. അതായത് അവന് ആദ്യമായിട്ട് ജോബ് കിട്ടിയ ദിവസം അവനെ സംബന്ധിച്ചിടത്തോളം ഒരു റെഡ് ലെറ്റർ ഡേ ആണ്. മനസ്സിലായല്ലോ? സോ ദ നെക്സ്റ്റ് വൺ, റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്. കേൾക്കുമ്പോൾ ചിരി വല്ലേ? കാറ്റ്സും ഡോഗും ഒക്കെ റെയിനിങ്, മഴ പെയ്യാണ്, കാറ്റ്സും ഡോഗും എന്നുള്ളതിന് ഒരു ക്ലൂവും കിട്ടുന്നില്ലല്ലോ. ആ ഇഡിയത്തിൻ്റെ കറക്റ്റ് മീനിങ് എന്ന് പറയുന്നത് റെയിനിങ് വെരി ഹെവിലി എന്നുള്ളതാണ്. വളരെ ശക്തിയായ മഴയ്ക്കാണ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ് എന്ന് പറയാം. സോ എക്സാമ്പിൾ, ഇറ്റ് വാസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ് സോ വി സ്റ്റേഡ് ഇൻഡോർസ്. ഇത് വളരെ ഹെവിയായ റെയിനിങ് ആയതുകൊണ്ട് ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. ദേ ക്യാൻസൽഡ് ദ മാച്ച് ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്. വളരെ ഹെവിയായ മഴ ആയതുകൊണ്ട് ആ മാച്ച് ക്യാൻസൽ ചെയ്തു. സോ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ഇഡിയം കൂടി നോക്കാം. ഹെർക്യൂലിയൻ ടാസ്ക്. ഹെർക്യൂലിയൻ ടാസ്ക് മീൻസ് ടാസ്ക് ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് റിക്വസ്റ്റ് ഗ്രേറ്റ് എഫേർട്ട് ഓർ സ്ട്രെങ്ത്. വളരെയധികം ബുദ്ധിമുട്ടായ ഒരു ടാസ്ക് അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം എഫേർട്ട് ആവശ്യമുള്ള ടാസ്കിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹെർക്യൂലിയൻ ടാസ്ക് എന്ന് പറയാം. എക്സാമ്പിൾ, ക്ലീനിങ് ദ എൻറ്റയർ സിറ്റി ഇൻ 1 day ഈസ് എ ഹെർക്യൂലിയൻ ടാസ്ക്. ഈ എൻറ്റയർ സിറ്റി ഒരു ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹെർക്യൂലിയൻ ടാസ്ക്കാണ്. അതായത് അത്രത്തോളം ഡിഫിക്കൽട്ടാണ്. The next one, passing the exam without a preparation would be a Herculean task. ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് എക്സാം പാസ്സാവുക എന്ന് പറയുന്നത് ഒരു
ഹെർക്യൂലിൻ ടാസ്ക് ആയിരിക്കും, അതായത് അത്രത്തോളം ഡിഫിക്കൽട്ടായ കാര്യമായിരിക്കും. അപ്പം നമ്മളിന്ന് 10 ഇഡിയംസാണ് ഡിസ്കസ് ചെയ്ത 10 ഇഡിയംസും അതിൻ്റെ മീനിങ്ങും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.